പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 6-ാം ഞായറാഴ്ചയാണ്, 36-ാം ദിനം. ലൂക്കോസ് 18:35 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ ബർത്തിമായി എന്ന കുരുടനെ യേശു സൗഖ്യമാക്കുന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ എന്ന നാടകത്തിൽ ഒരു അന്ധനായ ഗായകൻ പാടി നടക്കുകയാണ്: വർണ്ണങ്ങളില്ലാത്ത ലോകം, വസന്തങ്ങളില്ലാത്ത ലോകം, ഒരു നാളും സൂര്യൻ ഉദിക്കാത്ത ലോകം, അന്ധനാമൻ സ്വന്ത ലോകം. ലൂക്കോസ് അവതരിപ്പിക്കുന്ന യെരിഹോവിലെ കുരുടന്റെ ജീവിതത്തിലും വർണ്ണങ്ങളും വസന്തങ്ങളും ഇല്ലായിരുന്നു. എന്നാൽ യേശുവിൻ്റെ സാമീപ്യം അവൻ്റെ ജീവിതത്തിൽ വർണ്ണങ്ങളും വസന്തവും കൊണ്ടുവന്നു. തിമായിയുടെ മകനായ ബർത്തിമായി എന്നാണ് ഈ അന്ധയാചകന്റെ പേര്. യേശു സുഖപ്പെടുത്തിയവരിൽ പേർ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരാൾ ബർത്തിമായിയാണ്. ശാരീരികമായി വൈകല്യമുള്ള, സാമൂഹികമായി അരികുവൽക്കരിക്കപ്പെട്ട ഒരു നിസ്സാരനായ വ്യക്തിയാണ് ബർത്തിമായി. 3 ചിന്തകൾ. 1. ബർത്തിമായിയുടെ ദയനീയ അവസ്ഥ. ബർത്തിമായി അന്ധനായിരുന്നു. അന്ധത വേദപുസ്തക കാലത്ത് ഒരു സാധാരണ അവസ്ഥയായിരുന്നു. മാത്രമല്ല, അവൻ ദരിദ്രനും ആയിരുന്നു. അവൻ്റെ ഈ വൈകല്യം മൂലം ഉപജീവനത്തിനായി ഒരു ജോലി കണ്ടെത്തുന്നതിനും ജോലി ചെയ്യുന്നതിനും ഏറെ പരിമിതികളുണ്ടായിരുന്നു. ആയതിനാൽ മറ്റുള്ളവരുടെ ഔദാര്യത്തെ പൂർണ്ണമായും ആശ്രയിച്ചിരുന്ന ബർത്തിമായിയുടെ ജീവിതം ദുരിതവും ദയനീയവും ആയിരുന്നു. 2. ബർത്തിമായിയുടെ നിരന്തരമായ നിലവിളി. ശാരീരിക അന്ധത ബാധിച്ചവനെങ്കിലും ആത്മീയ ദർശനം തനിക്ക് ഒട്ടും കുറഞ്ഞു പോയിട്ടില്ലെന്ന് ബർത്തിമായി തെളിയിച്ചു. യേശു ആരാണെന്ന് അവൻ തിരിച്ചറിയുന്നു. കുഷ്ഠരോഗികൾ, മുടന്തർ, ഭൂതബാധിതർ, എന്തിന് മരിച്ചവരെ പോലും യേശു ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് അവൻ കേട്ടറിഞ്ഞിരിക്കണം. ഈ യേശു മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തത് തനിക്ക് വേണ്ടിയും ചെയ്യാൻ കഴിയുമെന്ന് ബർത്തിമായി വിശ്വസിച്ചു. കൂടാതെ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഉച്ചത്തിൽ നിലവിളിക്കുവാനും തുടങ്ങി. ആ ദിവസം, ആ സമയം ബർത്തിമായി നിശബ്ദനായി ഇരുന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മരണം വരെ ഭിക്ഷയാചിച്ചുകൊണ്ട് അവൻ ആ വഴിയരികിൽ ഇരുന്നേനെയും. യേശു തൻ്റെ മുൻപിലൂടെ കടന്നുപോകുന്ന ഈ സുവർണാവസരം ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ബർത്തിമായി മനസ്സിലാക്കി. ഇതിനു മുമ്പ് യേശു ബർത്തിമായിയുടെ മുൻപിലൂടെ കടന്നുപോയിട്ടില്ല. ഒരുപക്ഷെ ഇനി ഒരിക്കലും കടന്നുപോയി എന്നും വരില്ല. യേശുവിൽ നിന്നും സഹായം ലഭിക്കണമെങ്കിൽ യേശു അടുത്തുകൂടെ കടന്നു പോകുമ്പോൾ അവനെ വിളിക്കണമെന്ന് ബർത്തിമായിക്കറിയാമായിരുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ യേശു നമ്മെ കടന്നുപോകാൻ അനുവദിച്ചാൽ ഒരുപക്ഷെ പിന്നീട് ഒരിക്കലും അവനെ കാണാൻ നമുക്ക് അവസരം ലഭിച്ചുവെന്ന് വരികയില്ല. കർത്താവ് അടുത്തുള്ളപ്പോൾ മാത്രമേ നമുക്ക് അവൻ്റെ അടുക്കൽ വരാനാവൂ. സാഹചര്യങ്ങളും സമൂഹവും നമ്മുടെ വഴിയിൽ നിന്ന് യേശുവിനെ അകറ്റുന്നതിനും യേശുവിൻ്റെ വഴിയിൽ നിന്ന് നമ്മെ അകറ്റുന്നതിനും ശ്രമിച്ചേക്കാം. പക്ഷേ യാതൊന്നും നമ്മെ കർത്താവിൽ നിന്ന് അകറ്റി നിർത്താൻ അനുവദിക്കരുത്. ബർത്തിമായിയെ പോലെ യേശുവിൻ്റെ അടുക്കൽ നിലവിളിയോടെ നമുക്ക് കടന്നു ചെല്ലാം. ഈ യാചകന്റെ നിലവിളി കേട്ടപ്പോൾ യേശു തൻ്റെ വഴിയിൽ നിന്നുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിൽക്കുക മാത്രമല്ല, കുരുടനായ ബർത്തിമായിയെ തൻ്റെ അടുക്കലേക്ക് അവൻ വിളിച്ചു. ദരിദ്രനും അന്ധനുമായ ബർത്തിമായിക്ക് അതെത്ര മഹത്തായ നിമിഷമായിരുന്നിരിക്കണം. അവൻ്റെ വിശ്വാസം ആദരിക്കപ്പെട്ടു. യേശു ക്രിസ്തു നമ്മുടെ നിലവിളി കേൾക്കാൻ കഴിയാതെ വണ്ണം തിരക്കിലല്ല എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഇടയാകട്ടെ. വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിൽ
നമ്മേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊന്നും അവൻ്റെ മുൻപിൽ ഇല്ല. അതുകൊണ്ടാണ് അവൻ കാൽവറി മലമുകളിൽ കയറി നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. 3. ബർത്തിമായിക്ക് വ്യക്തിപരമായി നൽകേണ്ടി വന്ന വില. രോഗശാന്തിക്ക് ശേഷം ബർത്തിമായി യേശുവിനെ അനുഗമിച്ചു. തന്നെ സുഖപ്പെടുത്തിയവൻ്റെയും തന്നെ രക്ഷിച്ചവൻ്റെയും അടുത്തായിരിക്കാൻ അവൻ ആഗ്രഹിച്ചു. തൻ്റെ മേലങ്കി വലിച്ചെറിഞ്ഞ് ചാടി എഴുന്നേറ്റ് അവൻ യേശുവിനെ അനുഗമിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ മേലങ്കി അവൻ്റെ ഏറ്റവും വിലയേറിയ സ്വത്താണ്. തണുപ്പുള്ള രാത്രികളിൽ അവന് ചൂട് നൽകുകയും അവൻ്റെ ശരീരത്തിന് സുരക്ഷിതത്വം നൽകുകയും ചെയ്യുന്നതാണ് ഈ മേലങ്കി. മാത്രമല്ല, ഭിക്ഷാടനത്തിലൂടെ ലഭിച്ച നാണയത്തുട്ടുകൾ ഈ മേലങ്കിക്കുള്ളിലാണ് അവൻ സൂക്ഷിച്ചിരിക്കുന്നതും. എന്തു തന്നെയായിരുന്നാലും ശിഷ്യത്വത്തിലേക്കുള്ള യാത്രയിൽ, വിശ്വാസത്തിൻ്റെ കുതിപ്പിൽ അവൻ എല്ലാ സുരക്ഷിതത്വങ്ങളെയും അവഗണിച്ചുകൊണ്ട് തൻ്റെ പുതപ്പ് വലിച്ചെറിയുകയാണ്. വില നോക്കാതെയുള്ള വിശ്വാസത്തിൻ്റെ യാത്രയാണ് ബർത്തിമായി ഇവിടെ ആരംഭിക്കുന്നത്. യേശുവിൻ്റെ അടുക്കൽ വരുന്നത് വ്യക്തിപരമായി വില നൽകേണ്ടുന്ന ഒന്നാണ്. ഈ വലിയ നോമ്പിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കാം. ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന് ഞാനും നിങ്ങളും നൽകേണ്ടി വരുന്ന വില എത്ര ഉയർന്നതാണെങ്കിലും അത് നമ്മുടെ ആത്മാവിൻ്റെ മൂല്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വില കുറഞ്ഞതാണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. പ്രിയരെ, ഈ ബർത്തിമായിയുടെ ജീവിത അനുഭവങ്ങൾ നമ്മുടെ ജീവിത അനുഭവങ്ങളായി തീരുകയും ഈ വരുന്ന നാളുകളിൽ കുറെ കൂടെ യാത്രയിൽ അവനെ അനുഗമിക്കുന്നതിനും ജീവിതത്തിൽ യേശുവിനോട് ചേർന്ന് നിന്ന് കൂടുതൽ അർത്ഥം കണ്ടെത്തുന്നതിനും നമുക്ക് ഇടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.